നമ്മൾ ദിവസവും TV തുറന്നാലും സോഷ്യൽ മീഡിയ നോക്കിയാലും കാണുന്ന ഒരു സ്ഥിരം ദൃശ്യമുണ്ട്. വലിയ മഞ്ഞ നിറത്തിലുള്ള ബുൾഡോസറുകൾ വന്ന് വലിയ കെട്ടിടങ്ങളും വീടുകളുമൊക്കെ ഇടിച്ച് നിരത്തുന്നത്. പലപ്പോഴും വികസനത്തിൻ്റെയോ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെയോ ഒക്കെ പേരിലാണ് ഇത് നടക്കാറുള്ളത്. എന്നാൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഈ ബുൾഡോസറുകൾ ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഭയപ്പെടുത്താനും ഒരു രാഷ്ട്രീയ ആയുധമാക്കാനും ഭരണകൂടങ്ങൾ ഉപയോഗിക്കുകയാണോ? നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്ക് കൺമുന്നിലുള്ള ഏറ്റവും പുതിയ ചില കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ വെറും 45 ദിവസത്തെ ഒരു ഡേറ്റ എടുത്തു നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രാജ്യത്ത് എത്ര മതസ്ഥാപനങ്ങളാണ് അധികൃതർ തകർത്തത്? 23 മതസ്ഥാപനങ്ങൾ. അതും ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. 1000 വർഷം മുതൽ 2 നൂറ്റാണ്ട് വരെ പഴക്കമുള്ള മുസ്ലിം പള്ളികൾ, ദർഗകൾ, മദ്രസകൾ ഒക്കെയാണ് ഈ 45 ദിവസത്തിനുള്ളിൽ മാത്രം ഇവിടെ തകർത്തെറിയപ്പെട്ടത്. അനധികൃത നിർമ്മാണം എന്നാരോപിച്ചാണ് ഇവയിൽ ഭൂരിഭാഗവും ബുൾഡോസർ രാജിന് വിധേയമാക്കിയത്. ഉത്തർപ്രദേശിലെ സംബൽ, ബനാറസ്, രാജസ്ഥാനിലെ ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായ വലിയ പൊളിച്ചുമാറ്റൽ നടപടികൾക്ക് പിന്നാലെ നടത്തിയ ചില പഠനങ്ങളിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ ബുൾഡോസർ രാജിന്റെ യഥാർത്ഥ ലക്ഷ്യം? കേവലം നിയമവിരുദ്ധമായ കെട്ടിടങ്ങൾ പൊളിക്കുക എന്നതാണോ? അല്ല, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇതിന് പിന്നിലുണ്ട്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഭയപ്പെടുത്തുക, അവരെ മാനസികമായി തളർത്തുക, സമൂഹത്തിൽ തങ്ങൾ രണ്ടാംകിട പൗരന്മാരാണെന്ന ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു ഭരണഘടനയുടെയും നിയമവ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിലാണ്. ജനാധിപത്യത്തിൽ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു എന്നാരോപിക്കപ്പെട്ടാൽ അത് തെളിയിക്കേണ്ടത് പോലീസോ ഭരണകൂടമോ അല്ല, അത് കോടതിയാണ്. ആ വ്യക്തി കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷ വിധിക്കേണ്ടതും കോടതി തന്നെയാണ്. അല്ലാതെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒപ്പിട്ട നോട്ടീസ് കൊണ്ടോ ഒരു ഉദ്യോഗസ്ഥന്റെ ഉത്തരവ് കൊണ്ടോ ആരുടെയും വീട് പൊളിക്കാൻ നിയമമില്ല. എന്നാൽ ഇവിടെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ സർവ്വ നിയമങ്ങളും കാറ്റിൽ പറത്തുകയാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് നടന്ന ചില കൃത്യമായ സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കാം. കഴിഞ്ഞ മെയ് 6-നാണ് ഒടുവിലത്തെ കണക്കുകൾ പ്രകാരമുള്ള ഈ വലിയ രീതിയിലുള്ള ബുൾഡോസർ ആക്ഷൻ ആരംഭിക്കുന്നത്. ഡൽഹിയിലെ മംഗോൾപൂരി ഇൻഡസ്ട്രിയൽ ഏരിയ ഫേസ് 2 ദർഗ് പഞ്ച്പീരിയൻ എന്നറിയപ്പെടുന്ന മംഗോൾപുരി ദർഗ പൊളിച്ചു മാറ്റിയത് മെയ് 6-നാണ്. വെറും ഒരു കെട്ടിടമല്ല അത്. ഏകദേശം 200 വർഷങ്ങളോളം പഴക്കമുള്ള, തലമുറകളായി അവിടുത്തെ ആളുകൾ ഒരു പ്രധാന ആത്മീയ കേന്ദ്രമായി പരിപാലിച്ചു വന്നിരുന്ന ഒരിടമായിരുന്നു അത്. അതിനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത്. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് മെയ് 21-ന് ഡൽഹിയിൽ തന്നെ മറ്റൊരു സംഭവം നടന്നു. ഡൽഹി വികസന അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിർമ്മിച്ചതാണെന്ന് ആരോപിച്ച് ഒരു BJP MLA-യുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഡൽഹി പിതംപുരിയിലെ ഒരു മദ്രസ പൊളിച്ചു മാറ്റിയത്. ഒരു നിയമപരമായ പ്രക്രിയയും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഡൽഹിയിൽ മാത്രമല്ല ഈ ട്രെൻഡ്. മെയ് 29-ന് ഫരീദാബാദിലെ മസ്ജിദ് ചൗക്കിലെ ഒരു പള്ളി പൊളിച്ചു മാറ്റി. അതും പകൽ വെളിച്ചത്തിലല്ല. ആരും പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി പുലർച്ചെ വെളിച്ചം വീഴുന്നതിന് മുൻപ് കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഈ തകർക്കൽ നാടകം നടന്നത്. ഇപ്പോൾ ഒടുവിലായി വാരണാസിയിലെ കാശി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചരിത്ര പ്രസിദ്ധമായ മസ്ജിദ് ഗജ് ഷഹീദയുമായി ബന്ധപ്പെട്ട പൊളിക്കൽ നടപടികൾ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. പള്ളി ഒഴിഞ്ഞു തരണം എന്നാവശ്യപ്പെട്ട് റെയിൽവേ ഭരണകൂടം നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അവിടെയും ബുൾഡോസർ ഇറങ്ങാം എന്ന അവസ്ഥയാണ്. സത്യത്തിൽ എപ്പോഴാണ് ഈ ബുൾഡോസർ എന്ന വാഹനം ഒരു നിർമ്മാണ ഉപകരണത്തിൽ നിന്ന് മാറി ഭരണകൂട ഭീകരതയുടെ പ്രതീകമായി മാറിയത്? അത് പരിശോധിക്കാനായി നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. 2017-ലാണ് ഇത് സംഭവിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിനു ശേഷം കുറ്റവാളികളുടെയും
മാഫിയ സംഘങ്ങളുടെയും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും തകർക്കാനും ബുൾഡോസർ ഉപയോഗിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതോടെ ഇതൊരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം പോലെയായി. നോർത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും യോഗിയെ ബുൾഡോസർ ബാബ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. ഒരു ഭരണാധികാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കയ്യടി തന്റെ നാട്ടിലെ ബുൾഡോസർ ആക്ഷനുകൾക്കാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്നാൽ ഇന്ന് ഈ ബുൾഡോസർ രാജ് എവിടെ എത്തി നിൽക്കുന്നു? ഇത് കേവലം കുറ്റവാളികളെ നേരിടാനുള്ള ഒന്നല്ല, മറിച്ച് വിദ്വേഷം പ്രകടിപ്പിക്കാനും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാനുമുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് 2020-കൾക്ക് ശേഷം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നതിനു ശേഷം ബുൾഡോസർ രാജ് ഒരു ഒഫീഷ്യൽ ശിക്ഷാരീതിയായി മാറി. സമരത്തിൽ പങ്കെടുത്തവരുടെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ സംസാരിച്ചവരുടെ വീടുകൾ പിറ്റേന്ന് രാവിലെ വന്ന് പൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കൃത്യമായി പറഞ്ഞാൽ ഇതിനെ അധികാര ദുർവിനിയോഗം എന്ന നിലയിൽ മാത്രമേ കാണാനാകൂ. നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്. ഒരാൾ അനധികൃതമായി എന്തെങ്കിലും നിർമ്മിച്ചാൽ പോലും അയാൾക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകണം. അതിന് മറുപടി പറയാൻ നിയമപരമായ അവസരം നൽകണം. കോടതിയെ സമീപിക്കാൻ സമയം നൽകണം. ഇതൊക്കെ ഭരണഘടന അനുശാസിക്കുന്ന മൗലികമായ കാര്യങ്ങളാണ്. എന്നാൽ ഈ പറയുന്ന യാതൊരുവിധ നിയമപരമായ പ്രക്രിയകളും പാലിക്കാതെ ആളുകളെ തെരുവിലേക്ക് ഇറക്കിവിട്ട് വീടുകൾ പൊളിച്ചു നീക്കുന്നത് പകൽ പോലെ വ്യക്തമായ ഭരണഘടനാ ലംഘനമാണ്. ശിക്ഷാ നടപടിയായി വീടുകൾ ഉൾപ്പെടെ പൊളിച്ചു നീക്കുന്നത് ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്ന് നമ്മുടെ കോടതികൾ പലതവണ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024-ൽ ഇത്തരം ഏകപക്ഷീയമായ നടപടികൾ തടയാനായി സുപ്രീം കോടതി വളരെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയുടെ അനുമതിയില്ലാതെ ഇത്തരം പൊളിക്കലുകൾ പാടില്ല എന്ന് കോടതി പറഞ്ഞതുമാണ്. പക്ഷേ വെറുപ്പിന്റെ രാഷ്ട്രീയം തലയിൽ കയറിയ ഭരണകൂടത്തിന് എന്ത് നീതിപീഠം? അതാണിപ്പോൾ ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കോടതികളെയും ഭരണഘടനയെയും ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസത്തെയും ഒരേപോലെ തകർക്കുന്ന ഒന്നാണ് ഈ കാണുന്ന ബുൾഡോസർ ജസ്റ്റിസ്. ശരിക്കും പറഞ്ഞാൽ BJP സർക്കാരുകൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് ഒരു വിഭാഗത്തിന് നേരെ തിരിയുന്ന ഈ നിയമരഹിത വ്യവസ്ഥ നാളെ ആർക്ക് നേരെ വേണമെങ്കിലും തിരിയാം. നിയമവാഴ്ച തകർന്ന ഒരു രാജ്യത്ത് ആർക്കും സുരക്ഷിതത്വം ഉണ്ടാകില്ല. ഈ ഒരു വിഷയത്തിൽ ശരിക്കും ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതുണ്ട്. ഈ ബുൾഡോസർ ഭീകരതയെക്കുറിച്ച്, നിയമത്തെ കാറ്റിൽ പറത്തുന്ന ഈ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.